വെൽക്കം ടു ഹോളി ബെൽസ്. ഇന്ന് ഗുഡ് ഫ്രൈഡേ, ഈശോ നമുക്ക് വേണ്ടി മരിച്ച ദിവസം. ഈശോയുടെ തിരക്തത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ട പുണ്യദിനം. നമ്മുടെ രക്ഷയ്ക്കായി ബലിയായി തീർന്ന ഈശോയെ മഹത്വപ്പെടുത്തി മുംബൈ ക്രൈസ്റ്റ് ആർമിയുടെ ചുവടുകൾ. ശ്രീവാ വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. ശ്രീവാ വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. ശ്രീവാ വന്നിച്ചിടുമ്പോൾ ശാന്തതയും സ്വസ്ഥതയും നിറയുന്നു. ശ്രീവാ വന്നിച്ചിടുമ്പോൾ ശാന്തതയും സ്വസ്ഥതയും നിറയുന്നു. ഉള്ളിൽ ശാന്തതയും സ്വസ്ഥതയും നിറയുന്നു. ശ്രീവാ വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. ശ്രീവാ ചിഹ്നം ചൂടുമ്പോൾ ഉന്നത വിജയം പാപപരീക്ഷയിലെപ്പോഴും. ശ്രീവാ ചിഹ്നം ചൂടുമ്പോൾ ഉന്നത വിജയം പാപപരീക്ഷയിലെപ്പോഴും. ആഹാ, ഉന്നത വിജയം പാപപരീക്ഷയിലെപ്പോഴും. ശ്രീവാ വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. ശ്രീവാ ചുവടിലിരിക്കുമ്പോൾ നൈരാശ്യത്തിൻ ചുടുവയിലും ആറുന്നു. ശ്രീവാ ചുവടിലിരിക്കുമ്പോൾ നൈരാശ്യത്തിൻ ചുടുവയിലും ആറുന്നു. ഓഹോ, നൈരാശ്യത്തിൻ ചുടുവയിലും ആറുന്നു. ശ്രീവാ വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. ശ്രീവാ ചിറകായണിയുമ്പോൾ സ്വർഗത്തിൻ സിയോനിൽ നാം ചേരുന്നു. ശ്രീവാ ചിറകായണിയുമ്പോൾ സ്വർഗത്തിൻ സിയോനിൽ നാം ചേരുന്നു. എന്നും സ്വർഗത്തിൻ സിയോനിൽ നാം ചേരുന്നു. ശ്രീവാ വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. ശ്രീവാ വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. ദുഃഖവെള്ളി എങ്ങനെ
ഗുഡ് ഫ്രൈഡേ ആകും? ശ്രദ്ധിക്കൂ. ക്രൈസ്റ്റ് ആർമിയോടൊപ്പം സിസ്റ്റർ റെനിയെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്നലെ സിസ്റ്റർ തന്ന ഹോംവർക്ക് ചെയ്തോ നിങ്ങൾ? ഇന്ന് എന്താ ദിവസം? ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയാ അതിനെ? ദുഃഖ വെള്ളിയാഴ്ച. അപ്പോൾ ഗുഡ് ഫ്രൈഡേ എന്നും പറയും, ദുഃഖ വെള്ളിയാഴ്ച എന്നും പറയും. അതെന്താ അങ്ങനെ പറയുന്നേ? അത് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? ദുഃഖമാണ് ഗുഡാണ് അല്ലേ? സാഡാണ് ഗുഡാണ്. അപ്പോൾ സിസ്റ്റർ ആദ്യമേ നിങ്ങളോട് അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. ഇന്നത്തെ ഫ്രൈഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഫ്രൈഡേക്ക് പ്രത്യേകത? ഈശോ കുരിശിൽ മരിച്ച ആ സംഭവം, അല്ലെങ്കിൽ അത് നമ്മൾ ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയോട് അല്ലേ? അതോ ആ പീഡാസഹനം ഈശോ അനുഭവിച്ച ഗെത്സമീൻ തോട്ടം മുതൽ, ഈശോയുടെ ആ പീഡാസഹനത്തിൻ്റെ ആരംഭം മുതൽ കുരിശു മരണം വരെ ഇന്നേ ദിവസം നമ്മളത് ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതവുമായി അത് കമ്പയർ ചെയ്ത് എൻ്റെ ജീവിതത്തിനുമുള്ള പീഡാസഹനത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ് ഈ ദിവസം. അപ്പോൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ഈശോ മരിച്ചതുകൊണ്ടല്ലേ നമുക്ക് ഒരു ഉത്ഥാനം കിട്ടിയത് അല്ലേ? ഗുഡ് ഫ്രൈഡേ ഉണ്ടായില്ലെങ്കിൽ ഒരു ഈസ്റ്റർ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത്? ഇന്നത്തെ വെള്ളിയാഴ്ച, ഈ ഗുഡ് ഫ്രൈഡേ, ഈശോ മരിച്ച ഈ ദിവസം നമുക്ക് രക്ഷ പ്രദാനം ചെയ്ത ദിവസമാണ്. നമുക്ക് എന്ത് പ്രദാനം ചെയ്ത ദിവസമാണ്? രക്ഷ പ്രദാനം ചെയ്ത ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച. നമ്മുടെ സ്വന്തം കർത്താവ്, നമ്മുടെ ഈശോ മരിച്ചതും പീഡ സഹിച്ചതുമെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമാണോ ഉണ്ടാവുക, ദുഃഖമാണോ ഉണ്ടാവുക? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം പപ്പേനെയാണെന്ന് ഓർത്തോ. പപ്പേനെ ആരെയൊക്കെ ഇടിച്ച് പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വയ്യാതെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുക. അപ്പം നമുക്ക് മനസ്സിൽ സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടാവുക? ദുഃഖം അല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു സങ്കടം വന്നു, വിഷമം വന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അതേ ദുഃഖമാണ് നമുക്കിന്ന് ഉണ്ടാകുന്നത്. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി, പാപിയായ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഈ പീഡാസഹനം സഹിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, അത് ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ നിറയുന്നു. അതുകൊണ്ടാണ് അത് ദുഃഖ വെള്ളിയാഴ്ചയെന്നും പിന്നെ രക്ഷ പ്രദാനം ചെയ്ത് നിത്യജീവൻ പ്രദാനം ചെയ്തതുകൊണ്ട് അത് ഗുഡ് ഫ്രൈഡേ എന്നും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സിസ്റ്റർ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കാറുണ്ടോ? എല്ലാവരും വായിക്കുമോ? ഈശോനെ കുരിശിൽ തറച്ചപ്പോൾ ഈശോ സംസാരിച്ച കുറച്ച് വാക്യങ്ങളുണ്ട് അല്ലേ? കുറേ കാര്യങ്ങളൊന്നും ഈശോ സംസാരിച്ചിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഈശോ സംസാരിച്ചിട്ടുണ്ട്. എന്താ ഈശോ സംസാരിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓരോന്നായിട്ട് പറഞ്ഞാൽ മതി. പറഞ്ഞു. Lord forgive them for they do not know what they are doing. Lord forgive them, they do not know what they are doing. ഈശോയെ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്ന എന്തെന്ന് അവർ അറിയുന്നില്ല. മിടുക്കി. പിന്നെ Today you shall be with me in paradise. Today you shall be with me in paradise. നീ എന്നോടൊപ്പം പറുദീസായിലായിരിക്കും. ആരോടാ അത് പറഞ്ഞേ? നല്ല കള്ളനോട് പറഞ്ഞ വാക്യാണ്. പിന്നെന്താ ഈശോ പറഞ്ഞേ കുരിശിലെ? ഈശോ 7 വാക്യങ്ങൾ, അതായത് 7 സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡ്സ് പറയുന്നുണ്ട്. എവിടെ? കുരിശിൽ മരിക്കുന്നതിന് മുൻപായിട്ട്. അതിൽ ചില വേർഡ്സ്, സെൻറ്റൻസ് സിസ്റ്റർ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട്, അതിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്ന കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യം ഈശോ മോള് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞേ? അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ഈശോ നമ്മളോടും എന്താ പറയണേന്നറിയോ? നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ, നിങ്ങളെ വേദനിപ്പിക്കുന്നവർ, നിങ്ങളുടെ ശത്രുക്കൾ, അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടോ? വിഷമമുണ്ടോ? അലീസയ്ക്ക് ഇച്ചിരി ഇല്ലേ? ആ തൊട്ടപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന ആ മോളോട് ഇല്ല? ആരോടും ഇല്ല? നിങ്ങൾക്ക് ആരോടും വിഷമോ ശത്രുതയൊന്നുമില്ല? പക്ഷെ വല്ലപ്പോഴൊക്കെ സിസ്റ്റർ നിങ്ങളുടെ പ്രായം കഴിഞ്ഞ് വന്നാൽ ചിലപ്പോഴൊക്കെ നമ്മളെ കളിയാക്കുന്നവർ, അല്ലെങ്കിൽ നമുക്ക് മാർക്സ് തരാത്ത ടീച്ചേഴ്സിനോട്, അല്ലെങ്കിൽ പപ്പേനെ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തികൾ, അല്ലെ അങ്ങനെ എന്തെങ്കിലും പറയും, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആളോട് നമുക്കൊരു അകൽച്ച തോന്നില്ലേ? ഒരു ഹേർട്ട് ഫീലിംഗ് വരില്ലേ? അവരോട് ക്ഷമിക്കുവാനോ അവരോട് മിണ്ടാനോ അവരെ സ്നേഹിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഈശോ നമ്മളോട് എന്താ പറയണേ? ശത്രുക്കളെ
സ്നേഹിക്കുവിൻ. ഈ കുരിശിലേക്ക് നോക്കിക്കേ. ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കുവിൻ. രണ്ടാമത് ഈശോ പറഞ്ഞൊരു കാര്യമാണ് ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. എന്താ ഈശോ പറഞ്ഞേ? എനിക്ക് ദാഹിക്കുന്നു. അതെന്ത് ദാഹമാണ്? ഫിസിക്കലി നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊക്കെ തേഴ്സ്റ്റ്, ദാഹം വരാറുണ്ട്. അത് മാത്രമല്ല ഈശോ അവിടെ പറയുന്നത്, അവിടെ ഒരു സ്പിരിച്വൽ മീനിങ് കൂടി ഉണ്ട്. അതെന്ത് മീനിങ്ങാ? ഈശോ എന്തിനു വേണ്ടിയാവും ദാഹിക്കുന്നത്? ഈശോ ദാഹിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന് വേണ്ടിയാണ് ഈശോ ദാഹിക്കുന്നത്. ഐ തേഴ്സ്റ്റ് ഫോർ സോൾസ്. ഐ തേഴ്സ്റ്റ് ഫോർ സോൾസ്. പാപികളായ ഓരോ ആത്മാവിന് വേണ്ടി, പാപത്തിലായിരിക്കുന്ന ഓരോ ആത്മാവിന് വേണ്ടിയാണ് ഈശോ ദാഹിക്കുന്നത്. നമ്മൾ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ ഈശോ വീണ്ടും എൻ്റെ ചെവിയിൽ വന്ന് എന്താ പറയുന്നേ? കുഞ്ഞു കുഞ്ഞു പാപം ചെയ്യുമ്പോൾ പോലും ഈശോ വന്ന് നമ്മുടെ ചെവിയിൽ പറയും ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് നിൻ്റെ ആത്മാവിനെ വേണം. പക്ഷെ പാപാവസ്ഥയിലായിരിക്കുന്ന ആത്മാവ് ഈശോയോട് ചേരാൻ പറ്റുമോ? ആ ആത്മാവിന്, പാപാവസ്ഥയിലായിരിക്കുന്ന ആത്മാവിന് ഈശോയോട് ഒട്ടിച്ചേരാൻ സാധിക്കുമോ? ഇല്ല. കുരിശിൻ്റെ മറുവശത്ത് ആരാ ഉള്ളേ? ദാറ്റ് ഈസ് പ്ലെയിൻ അല്ല. എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഒന്നുമില്ല. ആ മറുവശം ദൈവം ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ? നമുക്ക് ഓരോ. ജീസസ് ഇസ് അലോൺ ഓൺ ദ ക്രോസ്. ഈശോ തന്നെ ആ കുരിശുമേ. നമുക്കൊന്ന് പോയി കിടന്നാലോ ഈശോയുടെ കൂടെ? ഒരു കുഞ്ഞു മോള് ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു, എനിക്ക് ആ ഉടുപ്പ് തന്നെ വേണം. ഇന്ന് ക്രിസ്മസിന് എല്ലാവരും 2000 രൂപയുടെ ഉടുപ്പാണ് മേടിക്കണം, എനിക്കും ആ ഉടുപ്പ് തന്നെ, അതിന് 2000 രൂപയാണ് മമ്മി, എനിക്ക് ആ ഉടുപ്പ് തന്നെ വേണം. പക്ഷെ പപ്പയുടെ കയ്യിൽ കാശില്ല. കൊച്ചിന് ഒത്തിരി വേദനയാണ്. കാരണം എന്താ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്ര രൂപയുടെ ഉടുപ്പാണ് ഇടുന്നതെന്ന്? 2000 രൂപയുടെ. പക്ഷേ എനിക്ക് മാത്രം 2000 പോട്ടെ, ഉടുപ്പേ ഇല്ല. കാരണം എന്താ? എൻ്റെ പപ്പയുടെ കയ്യിൽ കാശില്ല. ആ സമയത്ത് അവളുടെ ചേട്ടൻ ആ കൊച്ചിൻ്റെ കൈ പിടിച്ചിട്ട് റോഡ് സൈഡിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാരിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? റോട്ടിൽ ഭക്ഷണമില്ല, വസ്ത്രമില്ലാതെ കഴിയുന്നവരൊക്കെ കണ്ടിട്ടുണ്ടോ? അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നിനക്ക് വിഷമം വരില്ലേ? എനിക്ക് ഉടുപ്പില്ല, എനിക്കതില്ല, എനിക്കിതില്ല, എൻ്റെ സ്കൂൾ ചീത്തയാണ്, എനിക്ക് വണ്ടിയില്ല, എൻ്റെ ഫ്രണ്ട്സിന് വണ്ടിയുണ്ട്. അങ്ങനെ വിഷമം വരുമ്പോൾ ഇവരെക്കുറിച്ച് ഓർക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇവരെ നോക്കണമെന്ന്. അവരെ നോക്കുമ്പോൾ എന്ത് തോന്നും? എൻ്റെ വേദന എത്രയോ കുറവാ, എൻ്റെ വേദന എത്രയോ നിസ്സാരമാ. അവർക്ക് ഒരു ഡ്രസ്സ് പോലും ഇല്ല, എനിക്ക് കുറച്ച് ഡ്രസ്സെങ്കിലും ഉണ്ടല്ലോ. 2000 രൂപയുടെ ഡ്രസ്സില്ല, ഓക്കെ. പക്ഷെ അവരെ പോലെ അല്ലല്ലോ ഞാൻ. എൻ്റെ വേദന എത്രയോ നിസ്സാരമെന്ന് പറയാൻ എനിക്ക് പറ്റും, അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ ഈശോയെ ഓർക്കണം. ഈശോയെ, നിൻ്റെ വേദന എത്രയോ വലുതാണ്, എൻ്റെ വേദന എത്രയോ കുഞ്ഞു വേദന. ഈ കുഞ്ഞു വേദന ഞാൻ ഈശോയെ കുരിശിൻ്റെ മറുവശത്ത് കിടന്നുകൊണ്ട് നിന്നോടൊപ്പം സഹിക്കും. നമ്മൾ വേദനിക്കുമ്പോൾ ആര് നമ്മുടെ കൂടെയുണ്ട്? ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ തനിച്ചല്ല സഹിക്കുന്നത്. എപ്പോഴും ഓർക്കണം, ആ കുരിശിൻ്റെ മറുവശത്ത് എനിക്കുള്ള സ്ഥലമുണ്ട്. ഞാൻ സഹിക്കുമ്പോൾ ഈശോ എൻ്റെ കൂടെ സഹിക്കുന്നു. അപ്പോൾ ഈശോയുടെ കൂടെ ഞാനും സഹിക്കും, അല്ലേ? ഈ ദുഃഖ വെള്ളിയാഴ്ച ഈശോ പറയുന്നതാ ഐ തേഴ്സ്റ്റ് ഫോർ യുവർ സോൾസ്. ശത്രുക്കളോട് ക്ഷമിക്കുവിൻ. മൂന്നാമത്തെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഈശോ സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞ ആ ദൗത്യം ഈശോ അവിടെ പൂർത്തിയാക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം തരില്ലേ? അത് പൂർത്തിയാക്കണം. വി ഷുഡ് ബി ഒബീഡിയൻറ്റ്, അല്ലേ? അനുസരണമുള്ളവനായി ഈശോ, അല്ലേ? കുരിശുമരണത്തോളം ഈശോ അനുസരണമുള്ളവനായെന്നാണ് എന്ത് പറയുന്നത്? തിരുവചനം പറയുന്നത്. ഈശോ കാണിച്ച മാതൃകയാണ്. യു ഷുഡ് ബി ഒബീഡിയൻറ്റ്. അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. 3 തീരുമാനം എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിലും കൂടുതൽ തീരുമാനം എടുക്കാം. പക്ഷേ സിസ്റ്റർ നിങ്ങൾക്ക് ഇട്ട് തരുന്ന ഈ 3 തീരുമാനം: ശത്രുക്കളെ സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ വലിയ മാതൃകയാണ് ഈ കുരിശ്. രണ്ടാമത്, പാപാവസ്ഥയിൽ നിന്ന് എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ച ആ ആത്മാവ് ആർക്ക് വേണ്ടിയുള്ളത്? ആർക്ക് വേണ്ടിയാണ് ഈശോ ദാഹിക്കുന്നത്? എൻ്റെ ആത്മാവിന് വേണ്ടി. മൂന്നാമത്, കുരിശുമരണത്തോളം ഈശോ അനുസരിച്ചതുപോലെ ഞാനും അനുസരിക്കണം. ഇന്നത്തെ ഹോംവർക്കാണ് നിങ്ങൾക്ക് ഈ കുരിശിൽ കിടന്ന് പറഞ്ഞ വാക്യങ്ങൾ, അതായത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചിട്ട് അതിലൂടെ നിങ്ങൾക്ക് അതിലൂടെ ഈശോ എന്ത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ കേൾക്കണം. കേൾക്കുമോ? കുറച്ച് സമയം ഈശോയോടൊപ്പം സമയം ചെലവ് ചെയ്യുമോ?
കുരിശിൽ കിടക്കുന്ന ഈശോയെ ഇന്ന് നമുക്ക് ആശ്വസിപ്പിക്കണ്ടേ? ആശ്വസിപ്പിക്കുമോ? കാരണം ആ മറുവശം ആർക്കുള്ളതാ? എനിക്കുള്ളതാ. നിങ്ങളൊരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ ബാക്കിൽ എഴുതണം. ഇവിടെ ജീസസ് ആണെങ്കിൽ ബാക്കിൽ നിങ്ങളുടെ പേര് എഴുതി വെക്കണം. ആരുടെ പേര് എഴുതി വെക്കണം? കുരിശിൻ്റെ മഹാത്മ്യം, അതായത് കുരിശിൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ? അതായത് ഈ കുരിശില്ലാതെ എനിക്ക് ഈ കുരിശ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ കുരിശില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് സിസ്റ്റർ. എന്നാ മോമ്പ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആൽവിൻ ജയൻ, ബോംബെയിലെ കാമോട്ടയിൽ താമസിക്കുന്നു. എനിക്ക് പപ്പയും മമ്മിയും ഒരു ചേച്ചിയുമുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സെപ്റ്റംബർ മാസത്തിലത്തെ ക്രൈസ്റ്റ് ആർമി റിട്രീറ്റിൽ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. 2ാം ദിവസം സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ രാത്രി വളരെ സ്പെഷ്യലാണെന്ന്. കുറേ കുട്ടികൾക്ക് വിഷൻസ് കാണുമെന്ന് സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഞാനൊരു വളരെ ചെറിയ വിഷൻ കണ്ടു. ഞാൻ കണ്ടത് ഒരു സിംഹത്തിൻ്റെ ആയിരുന്നു. എല്ലാ മനുഷ്യരും തിന്നു, എല്ലാത്തിനും തകർത്തു. പക്ഷെ അത് കുരിശിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് പേടിച്ചോടിപ്പോയി. അങ്ങനെ ഞാൻ അടുത്ത ദിവസം സിസ്റ്റേഴ്സിനോട് അതിൻ്റെ അർത്ഥം ചോദിച്ചു. അപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, ഒരു ദുഷ്ടശക്തിക്കും കുരിശിനെ കീഴടക്കാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ എനിക്ക് കുരിശിൻ്റെ മഹത്വം മനസ്സിലായി. അന്ന് തൊട്ട് ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും കുരിശ് വരയ്ക്കും. എനിക്ക് മനസ്സിലായി ഞാൻ കുരിശിൻ്റെ കൂടെ ചേർന്ന് നിന്ന് എനിക്ക് ഒരിക്കലും ഒരു ദുഷ്ടശക്തിക്കോ എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല എന്ന്. മുമ്പ് ഇരുന്നോ? ആൽവിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടോ? ആൽവിന് സ്വപ്നത്തിലുണ്ടായൊരു സാക്ഷ്യമാണ് ആൽവിൻ പറഞ്ഞത്. ആൽവിൻ്റെ ജീവിതം അതെങ്ങനെ മാറ്റിയെന്നും ഈ ആൽവിൻ ഷെയർ ചെയ്തു അല്ലേ? മക്കളെ, നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും കുരിശ് വരച്ച് തിന്മയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ, തിന്മയുടെ ദുഷ്ടശക്തികളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ കുരിശൊരു ആയുധമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്നേ ദിവസം സ്വീകരിക്കണം. ഈ ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കുരിശിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈശോ തന്ന കുരിശ് നമുക്ക് മുറുകെ പിടിക്കാം. നമുക്കെല്ലാവർക്കും ഒരു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താളി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചാലോ? നമുക്കൊന്നിച്ച് ചൊല്ലാം. വിശുദ്ധ കുരിശിൻ്റെ സോ ഗുഡ് ഫ്രൈഡേ, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാടാം. കണ്ടാലോ ലോക
എൻഡ് ദിസ് പിൽഗ്രിമേജ്. നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിലാകാം. ഹോളി ബെൽസിൽ ഇനി നാളെ കാണുന്നതുവരെ ബൈ.